1895 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കർണാടകയിലെ ഒരു ആരാധനാലയം ബാബ ബുദൻഗിരി. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ ആരാധനാലയം. ദത്തപീഠ എന്നും ഇത് അറിയപ്പെടുന്നു. ഇതുള്ളത് ചിക്കമംഗളൂരിലെ ടോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി. ചിക്കമംഗളൂരിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 34 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കാടാണ്, കൊടും കാടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ല ഒരു തണുപ്പ് കാലാവസ്ഥയാണ്. ഏത് സമയത്തും ചെറിയ ഒരു മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് കണ്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. രണ്ട് സൈഡിലായി നമുക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും മലകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതേ റോഡിൽ തന്നെ നമുക്ക് ഒരു പുരാതന ക്ഷേത്രങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ AD 1670-കളിൽ ഇന്ത്യയിൽ ആദ്യമായി കോഫി കൃഷി ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇത്. ബാബ ബുദൻഗിരി കുന്നുകളിലാണ് ആദ്യമായി കോഫി കൃഷി ചെയ്തതും. സൂഫിയായ ഇദ്ദേഹം യമനിൽ നിന്ന് 7 കാപ്പിക്കുരു കൊണ്ടുവന്ന് നട്ട് കൃഷി ചെയ്തതാണ് ആദ്യമായി ഇവിടെ കോഫി കൃഷി ചെയ്തത്. ബാബ ബുദൻഗിരി ചന്ദ്രദോണ എന്നും ഇത് അറിയപ്പെടുന്നു. 3 ഗുഹകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദർഗ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ തീർത്ഥാടന കേന്ദ്രമായി വർത്തിക്കുന്നു. അറേബ്യൻ നാടുകളിൽ നിന്ന് വന്ന ഇദ്ദേഹം അബ്ദുൽ അസീസ് മച്ചി എന്ന ദാദാ ഹയാത്ത് ഏകദേശം 11ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം വന്നത്. ചെറിയൊരു മഴയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഫോറസ്റ്റ് ഗ്രീൻ ഗാർഡനുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ. സമാധാനത്തിൻ്റെ സന്ദേശത്തിനായി ആദ്യമായി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർഗയുടെ അകത്ത് തന്നെ ദത്താത്രേയ പീഠം അല്ലെങ്കിൽ ദത്തപീഠം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രം കൂടി ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ മുല്ലയനഗിരിയുമായി 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിലൂടെ ബന്ധിപ്പിക്കുന്നതിനാൽ ബാബ ബുദൻഗിരി ഒരു ട്രെക്കിങ്ങിനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. പച്ചപ്പ് നിറഞ്ഞ കാപ്പിത്തോട്ടങ്ങളും ഇടതൂർന്ന വനങ്ങളും പാറക്കെട്ടുകളും മൂടൽ മഞ്ഞ് കാണാനും വളരെ രസമായിരിക്കും ഈ യാത്രയിൽ. ട്രെക്കിംഗ് ചെയ്യാൻ അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഇതുകൂടാതെ ഇതിൻ്റെ അടുത്തായി രോഗശാന്തി ശമനമുള്ള എന്ന് പറയപ്പെടുന്ന മാണിക്യധാര വെള്ളച്ചാട്ടവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാടും മലകളും ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ബാബ ബുദൻഗിരി ആ ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാഷ്റൂം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ക്യാഷ് കൊടുത്ത് വേണം ഉപയോഗിക്കാൻ. അതല്ലാതെ നമുക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ 600 രൂപയാണ് ഒരു ദിവസത്തെ ചാർജ് എന്ന് അറിയാൻ സാധിച്ചത്. കൂടുതലായും വരുന്നത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഭാഗത്ത് നിന്നാണ് ഇവിടത്തേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നതും. ഇതിൻ്റെ ചുറ്റുഭാഗത്തായി നമുക്ക് വിശാലമായ മലഞ്ചെരുവുകളാണ് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രദേശമാണെങ്കിലും പക്ഷേ ഇതുപോലത്തെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയൊക്കെ കുറവാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും വൃത്തിയും ഇതൊക്കെ ഒരുപാട് കുറവാണ് എന്നാണ് നമുക്ക് കണ്ടതിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ഊട്ടി പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് സമയത്താണെങ്കിലും നമുക്ക് ചെറിയൊരു തണുപ്പാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്.
എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉള്ളത്. ഏകദേശം ആൾക്കാരൊക്കെ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നതാണ് പറഞ്ഞത്. ഇവിടുത്തെ എനിക്കൊരു പ്രത്യേകതയായി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതരം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്യാമറ അലൗഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. നല്ല നല്ല വ്യൂ പോയിന്റുകളൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ വേറൊരു ഇവരോട് ചോദിച്ച സമയത്ത് പറഞ്ഞത് എല്ലാ സമയത്തും ഒരേ ക്ലൈമറ്റാണ്, ഒരു തണുപ്പാണ് ഇവിടെ. എല്ലാ സമയത്തും തണുപ്പ് ഫീലിംഗ് ആണ്. കൂടുതലും മഴയാണ്, ചെറിയ മഴയാണ് ഇവിടെ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്തൊരു നല്ല പ്ലേസിലായി വീണ്ടും കാണാം.